قال الله تعالى في قرآنه الكريم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ച പോരായ്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചകളായി തൗഹീദുമായി ബന്ധപ്പെട്ട ഖുതുബകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. തൗഹീദ് അഥവാ അള്ളാഹുവിൻ്റെ ഏകത്വം നല്ല പോലെ മനസ്സിലാക്കാതെ യഥാർത്ഥ വിശ്വാസികളായി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. തൗഹീദ് പ്രകാരം ജീവിക്കലും തൗഹീദിനെ സമഗ്രമായി സമ്പൂർണമായി മനസ്സിലാക്കലും ആ തൗഹീദ് അനുസരിച്ചുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കലുമാണ് സത്യവിശ്വാസികളുടെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന പോലെ മനസ്സിലാക്കിയാൽ മാത്രമേ തൗഹീദിൻ്റെ അടിത്തറകൾ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അള്ളാഹുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനെ എങ്ങനെയാണ് അറിയേണ്ടത്? 2 വസ്തുതകളാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത്. അള്ളാഹുവിനെ മനസ്സിലാക്കുവാനായിട്ട് ഒന്നാമതായി അള്ളാഹു തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ചിന്താശേഷി അഥവാ ബുദ്ധിശക്തി, അതിനെ ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ്. ഈ സംഗതി പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തന്നെയാണ്. ഞാനിവിടെ ഓതിവെച്ച ആയത്ത് സൂറത്ത് ആലു ഇമ്രാൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയുടെയും പകലിൻ്റെയും മാറി മാറിയുള്ള ഈ വരവ്, ല ആയാത്തിൻ ലി ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ രാപ്പകലുകൾ മാറി മാറി വരുന്നത്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതിൽ ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുകയുള്ളൂ. അവിടെ ദൃഷ്ടാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കണ്ടെത്തലാണ്, അള്ളാഹുവിനെ അറിയലാണ്.
അതിന് ഒന്നാമതായി വേണ്ടത് ചിന്തിക്കുക എന്നതാണ്, മനസ്സിലാക്കുക എന്നതാണ്. മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മുടെ മുമ്പിൽ ഈ പ്രപഞ്ചമുണ്ട്, ഈ പ്രകൃതിയുണ്ട്. അതാണ് പാഠപുസ്തകം. നിങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഈ പ്രകൃതിയിലേക്ക് നോക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത് കാണുവാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ, അള്ളാഹുവിനെ അറിയുവാൻ ഒന്നാമതായി വേണ്ടത് ബുദ്ധിശക്തിയെ, ചിന്താശേഷിയെ ഉപയോഗപ്പെടുത്തുക എന്നതാണെങ്കിൽ, രണ്ടാമതായി നമുക്ക് വേണ്ടത് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ എന്ത് പറഞ്ഞു അതിനെ സംബന്ധിച്ച് പഠിക്കലാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാരാണ് രണ്ടാമത്തെ വഴി. എന്തുകൊണ്ട് പ്രവാചകന്മാർ? പ്രവാചകന്മാർ മനുഷ്യരായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പ്രവാചകന്മാരെ അവലംബിക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകന്മാരെ അവലംബിക്കണം? പ്രവാചകന്മാർ വിശുദ്ധരായിരുന്നു. പ്രവാചകന്മാർ വിശുദ്ധരായിരുന്നു എന്നത് അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണ്. അതിലുപരി ആ പ്രവാചകന്മാരെ വിമർശിച്ചുകൊണ്ടിരുന്ന, കടുത്ത വിമർശകരായിരുന്ന ശത്രുക്കൾ വരെ പ്രവാചകന്മാരുടെ വിശുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. തമാശയ്ക്ക് പോലും കളവ് പറയാത്തവർ, ആരെയും വഞ്ചിക്കാത്തവർ, പറ്റിക്കാത്തവർ, ചതിക്കാത്തവർ. ഈ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ കാര്യത്തിൽ ആരെയും വഞ്ചിക്കുകയില്ല. സൂറത്ത് യാസീൻ, ഇത് സൂറത്ത് യാസീനിൽ മാത്രമല്ല, ഒട്ടനവധി സൂറകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഗതി പറയുന്നു. സൂറത്ത് യാസീനിൽ 3 പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ആ ഭാഗം തൊട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇത് അർസൽനാ ഇലൈഹിം മുസ്നൈൻ, 2 പ്രവാചകന്മാരെ ആദ്യം അയക്കുന്നു. ഫഅസ്സസ്നാ ബിസാലിസ്, മൂന്നാമത് മറ്റൊരു പ്രവാചകനെ കൂടി അള്ളാഹു അയക്കുന്നു. 3 പ്രവാചകന്മാരാണ് പ്രബോധനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ 3 പ്രവാചകന്മാരെ ജനം അംഗീകരിക്കുന്നില്ല. ഈ 3 പ്രവാചകന്മാരെ ജനം പീഡിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഒരു മനുഷ്യൻ ഓടി വരുന്നത്. വജാഅ മിൻ അഖ്സൽ മദീന, ഒരു മനുഷ്യൻ ഓടി വരുന്നു. യസ്ആ ഖാല യാ ഖൗം ഇത്തബിഉൽ മുർസലീൻ. ഓടി വന്ന ആ മനുഷ്യൻ പറയുന്നു, ഇത്തബിഉൽ മുർസലീൻ, ഇവർ പ്രവാചകന്മാരാണ്, ഇവരെ പിൻപറ്റണം. എന്നിട്ട് 2 തെളിവാണ് അദ്ദേഹം അവർക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഒന്നാമത്തെ തെളിവ്, ലാ യസ്അലുക്കും അജ്റ, ഒരു ഭൗതിക നേട്ടവും ഇവർ ആഗ്രഹിക്കുന്നില്ല. രാപ്പകൽ നിങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ഒരു ഭൗതികമായ നേട്ടം, ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഈ പ്രവാചകന്മാർ രാപ്പകൽ പണിയെടുത്തിട്ട് ലാ യസ്അലുക്കും അജ്റ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി ആ മനുഷ്യൻ അവർക്ക് മുമ്പിൽ സമർപ്പിച്ചത് വഹും മുഹ്തദൂൻ, ഈ പ്രവാചകന്മാർ വിശുദ്ധരാണ്. ഇന്നേ വരെ ആരെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തമാശയ്ക്ക് പോലും ഒരു കളവ് പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പ്രവാചകന്മാർ പറയുന്നത് സത്യമാണ്. ഇത് സൂറത്ത് യാസീനിൽ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല സൂറകളിലും പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്ന ആ സ്ഥലത്ത് പ്രവാചകന്മാരുടെ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഏകനായ അള്ളാഹുവിനെ അറിയാനും പഠിക്കാനും ഒന്നാമതായി നമ്മുടെ ചിന്താശേഷിയെ ഉപയോഗപ്പെടുത്താം. അഥവാ ഈ പ്രപഞ്ചത്തെ പാഠപുസ്തകമാക്കാം.
രണ്ടാമതായി പ്രവാചകന്മാരെ അവലംബിക്കാം. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്. കാരണം വിശുദ്ധരായ പ്രവാചകന്മാർ കള്ളം പ്രചരിപ്പിക്കുകയില്ല. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങൾ, ഇസങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു. നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുക, ഈ പ്രത്യയ ശാസ്ത്രങ്ങൾ, ഈ മതങ്ങൾ ആരാണ് നിർമ്മിച്ചത്? പ്രവാചകന്മാർ കൊണ്ടുവന്ന ദർശനമാണ് ഇസ്ലാം എന്നത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പുതിയ മതമല്ല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ആ മതം, അതിൻ്റെ തുടർച്ച, അത് ഈ കാലഘട്ടത്തിലും ഏത് രൂപത്തിലാണോ പ്രവാചകന്മാർ സമർപ്പിച്ചത് ആ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. ഇനി ലോകത്ത് മറ്റു തരം മതങ്ങളുണ്ട്, മറ്റു തര ദർശനങ്ങളുണ്ട്. ഈ ദർശനങ്ങൾ ആരാണ് കൊണ്ടുവന്നത്? ഒന്നുകിൽ തത്വചിന്തകരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരായിരിക്കും. മനുഷ്യനിർമ്മിതം, നമ്മൾ അങ്ങനെയാണ് പറയാറ്. മനുഷ്യനിർമ്മിതമായ മതങ്ങൾ, മനുഷ്യനിർമ്മിതമായ ഇസങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ മനുഷ്യനിർമ്മിതമായ ഇസങ്ങൾ, ആ ഇസങ്ങളെ നിർമ്മിച്ച, ആ ഇസങ്ങളെ പരിചയപ്പെടുത്തിയ തത്വചിന്തകരെ നാം ഒന്ന് പഠിക്കുക. അവർ വിശുദ്ധരായിരുന്നോ? അവർ ജീവിതത്തിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ വിശുദ്ധരായിരുന്നോ? മനുഷ്യർ എന്ന ദൗർബല്യത്തിന്റെ ഉടമകളായിരുന്നു അവർ. അങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഇസത്തിലും വിശുദ്ധിയുടെ അംശം നമുക്ക് കാണുവാൻ സാധ്യമല്ല. അപ്പൊ പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ, വിശുദ്ധരായ പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ ഇസ്ലാം അത് വിശുദ്ധമാണ്. എന്നാൽ ജീവിതത്തിൽ തെറ്റും പ്രശ്നങ്ങളും, അതേപോലെ വ്യക്തി ജീവിതമാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെയായി ജീവിച്ചു കൊണ്ടിരുന്ന തത്വചിന്തകർ എന്ന് നമ്മൾ വിളിക്കുന്ന പച്ചയായ മനുഷ്യർ പരിചയപ്പെടുത്തിയ ഇസങ്ങൾ, ആ ഇസങ്ങൾ, അതിലും നമുക്ക് ഈ പറയുന്ന തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാണ്. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ രണ്ട് പ്രധാനപ്പെട്ട വഴികളാണ്. അപ്പൊ തൗഹീദിനെ നമ്മൾ ഈ രൂപത്തിലാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഈ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ചതിക്കുഴികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. മരണം വരെ ഈ തൗഹീദിൽ അടിയുറച്ച് നിൽക്കണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ചതിക്കുഴികൾ നമ്മെ തേടി നിൽക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു ചതിക്കുഴിയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ഷിർക്കിനെ പരിചയപ്പെടുത്തിയത് ഇന്ന ശിർക ലളുൽമുൻ അദീം. ഷിർക്ക് എന്ന് പറയുന്നത് കൊടിയ പാപമാണ്, കൊടിയ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത മഹാപാപങ്ങളിൽ പെട്ടതാണ് ഷിർക്ക്. ഈ ഷിർക്ക് നമ്മെ തേടിയിരിക്കുന്ന ഒരു വലിയ ചതിക്കുഴിയാണ്. പല വേഷങ്ങളിലാണ് ഷിർക്ക് ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഔലിയാക്കളുടെ രൂപത്തിൽ, സിദ്ധന്മാരുടെ കോലത്തിൽ, ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവർ, മുദബ്ബിറുൽ ആലം എന്ന രൂപത്തിലാണ് ചില സിദ്ധന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. കൾട്ടുകളായിട്ട്, ആൾദൈവങ്ങളായിട്ട് ഷിർക്ക് പല വേഷങ്ങൾ കെട്ടിയാടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം വന്നത് ഈജിപ്തിലേക്കാണ്. ഫറോവയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നു. അദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്ത മുഅ്ജിസത്ത്, വടിയിട്ടാൽ പാമ്പാകും, നമുക്കെല്ലാവർക്കും അതറിയാം. ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന മജീഷ്യന്മാർ, മായാജാലക്കാർ, മൂസാ നബി അലൈഹിസ്സലാം അവരെ പരാജയപ്പെടുത്തുന്നു. അതെല്ലാം നേർക്കുനേരെ കണ്ടവരാണ്
ആ കാലഘട്ടത്തിലെ സത്യവിശ്വാസികൾ മൂസാ നബി ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം കാണിച്ച മുഅ്ജിസാത്തുകൾ അവർക്ക് ബോധ്യപ്പെട്ടു. വടിയിട്ടപ്പോ പാമ്പായത് അവർ കണ്ടു. വലിയ വലിയ മജീഷ്യന്മാരെ മൂസാ നബി അലൈഹിസ്സലാം പരാജയപ്പെടുത്തിയത് നേർക്കുനേരെ അവർ കണ്ടു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന മജീഷ്യന്മാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചതും ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ നേർക്കുനേരെ കണ്ടു. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാം അവരെ കൊണ്ടുപോകുന്നു. ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ കൊണ്ടുപോയി ചെങ്കടൽ പിളർത്തി. വടികൊണ്ടടിച്ചപ്പോ ചെങ്കടൽ രണ്ടായിട്ട് പിളർക്കപ്പെട്ടു. ഇതും ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ നേർക്കുനേരെ കാണുന്നു. ആ ചെങ്കടലിൽ ഫറോവയുടെ മുങ്ങി മരണം, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഫറവോനികൾ മുങ്ങി മരിക്കുന്നത് മറുകരയിൽ ഇരുന്ന് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾ നേർക്കുനേരെ കാണുന്നു. ഇതെല്ലാം കണ്ട മുസ്ലിങ്ങൾ നമുക്ക് ഈ സൗഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ മൂസാ നബിയുടെ അനുയായികൾക്ക് ഈ സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. നേർക്കുനേരെ അവർക്കിത് കാണുവാൻ സാധിച്ചു. ഒരു സംഗതിയെ കണ്ടറിയുക എന്നത് വലിയ ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾ നേർക്കുനേരെ കണ്ടു. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? മൂസാ നബി അലൈഹിസ്സലാം അവരെ രക്ഷപ്പെടുത്തി സീനാ മരുഭൂമിയിൽ കൊണ്ടുവരുന്നു. സീനാ മരുഭൂമിയിൽ അവരെ താമസിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, ആ കൽപ്പനയ്ക്ക് വിധേയനായി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവുമായിട്ട് സംസാരിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി പുറപ്പെടുന്നു. ആ സന്ദർഭത്തിൽ സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു പശുക്കുട്ടിയെ നിർമ്മിക്കുന്നു. ആ പശുക്കുട്ടി ഇങ്ങനെ ഞെക്കുമ്പോൾ ഒച്ച കേൾക്കുന്ന അവരെ കബളിപ്പിക്കുവാൻ ആ പശുക്കുട്ടിയിൽ നിന്ന് കൃത്രിമമായിട്ട് ശബ്ദം പുറത്തു വരുന്നു. എന്നിട്ട് സാമിരി എന്ന മനുഷ്യൻ അവരോട് പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു പോയത് ഈ പശുക്കുട്ടിയെയാണ്. ഈ പശുക്കുട്ടി ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കും. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു എന്ന ആ പരാശക്തിയിലേക്ക് നമ്മെ അടുപ്പിക്കാൻ ഈ പശുക്കുട്ടിക്ക് സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പശുക്കുട്ടിയെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് മൂസാ നബിയുടെ അനുയായികൾ പശുക്കുട്ടിയെ ആരാധിക്കുവാൻ തുടങ്ങി. ഏത് അനുയായികൾ? കടൽ പിളർത്തിയത് കണ്ട അനുയായികൾ. മൂസാ നബി അലൈഹിസ്സലാം മജീഷ്യന്മാരെ പരാജയപ്പെടുത്തിയത് നേർക്കുനേരെ കണ്ട് ബോധ്യപ്പെട്ട അനുയായികൾ, അഥവാ തൗഹീദ് അവർക്ക് ബോധ്യപ്പെട്ടു. ഏകനായ പടച്ചവനെ അവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും സീനാ മരുഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കാതെ ഒരു സാമിരിക്ക് അവരെ വഴിപഴപ്പിക്കാൻ സാധ്യമായി. അപ്പൊ ഷിർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ദൗർബല്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏത് നിമിഷവും നമ്മൾ ഷിർക്കിലേക്ക് പോയേക്കാം. ഈ ദൗർബല്യത്തെയാണ് പുരോഹിതന്മാർ, അതേപോലെ കൾട്ടുകൾ, ഇതേപോലെ ആൾദൈവങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമിരിക്ക് അതിന് കഴിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം മടങ്ങി വരുമ്പോ പശുക്കിടാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മൂസാ നബിയുടെ അഥവാ മുസ്ലിങ്ങളെയാണ് മൂസാ നബി അലൈഹിസ്സലാം അവിടെ കാണുന്നത്. ആ ചരിത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഷിർക്ക് കൊടിയ തിന്മയാണ്. ഏത് നിമിഷവും നമ്മെ അത് സ്വാധീനിച്ചേക്കാം. ഏകനായ പടച്ചവൻ, ആ അള്ളാഹുവിന്റെ മുമ്പിൽ ശിരസ് നമിക്കുക. അതിനപ്പുറത്തേക്ക് അള്ളാഹ്ക്ക് തുല്യനായി ഈ മഹാപ്രപഞ്ചത്തിൽ ആരും തന്നെ ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് തുല്യനായി അള്ളാഹുവിന്റെ സത്തയിലോ അള്ളാഹുവിന്റെ ഗുണത്തിലോ അള്ളാഹുവിന്റെ അസ്മാ അഥവാ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അതിലോ തുല്യനായി ആരും തന്നെ ഇല്ല. എനിക്ക് തഖ്വയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം. എനിക്കൊരു മുത്തഖിയായിട്ട് മാറാം. വേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ കൂട്ടുകാരനായി ആത്മമിത്രമായി എനിക്ക് മാറാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്രകാരത്തിൽ അള്ളാഹുവിന്റെ ആത്മമിത്രമായി മാറിയ ഒരു പ്രവാചകനായിരുന്നു.
അതുകൊണ്ടാണ് ഖലീലുള്ള എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അള്ളാഹുവിന്റെ അടുപ്പവും അള്ളാഹുവിന്റെ സാമീപ്യവും നമുക്ക് നേടിയെടുക്കാം നമ്മുടെ ഇബാദത്തുകൾ വഴി, പ്രാർത്ഥനകൾ വഴി. പക്ഷേ അള്ളാഹുവിന്റെ സത്തയോ അള്ളാഹുവിന്റെ ഗുണമോ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അള്ളാഹു എന്നത് മറ്റൊരു അസ്തിത്വമാണ്. നമ്മളൊക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്കൊരിക്കലും സൃഷ്ടാവാകാൻ സാധ്യമല്ല. സൃഷ്ടികൾ എപ്പോഴും സൃഷ്ടികൾ തന്നെയാണ്. ഇതാണ് തൗഹീദിന്റെ മർമ്മം. ഇത് മറന്നതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾ ശിർക്കിലേക്ക് വഴിമാറിപ്പോയത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ കരുതിയിരിക്കേണ്ട, നമ്മൾ ഒരു പക്ഷേ പെട്ടുപോയേക്കാം ചതിക്കുഴിയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിനെ കരുതിയിരിക്കണം. ഇതുപോലെ ആധുനിക കാലഘട്ടത്തിൽ ശിർക്കിന്റെ പല വഴികൾ, പഴയ കാലഘട്ടത്തിലെ ശിർക്കല്ല, പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വേഷപ്രച്ഛന്നമായിട്ട് ശിർക്ക് കടന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ കരുതിയിരിക്കാനുള്ള അറിവ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തൗഹീദുമായി ബന്ധപ്പെട്ട് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ കരുതിയിരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പൊ പുതിയ ചില വാദങ്ങൾ രംഗത്തേക്ക് വരുന്നു. എന്താണ് വാദം? എല്ലാ മതവും ശരിയാണ്, എല്ലാ വേദങ്ങളും ശരിയാണ്, സർവവേദ സത്യവാദം. ഒരുപക്ഷെ നിങ്ങളത് കേട്ട് കാണും. എല്ലാ വേദങ്ങളും ശരിയാണ്, ഖുർആനും ശരിയാണ്, ബൈബിളും ശരിയാണ്, അതേപോലെ തോറയും ശരിയാണ്, ഇവിടെയുള്ള ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ട എല്ലാ വേദങ്ങളും ശരിയാണ്, എല്ലാം ശരി. അതെങ്ങനെയാണ് എല്ലാം ശരിയാവുക? ശരിയെന്ന ആ സംജ്ഞ തന്നെ, ശരിയെന്ന ആശയം തന്നെ ശരിക്കു മാത്രം പറയുന്നതാണ്. അല്ലാതെ എല്ലാം ശരിയാണെങ്കിൽ പിന്നെ ശരിക്ക് എന്താണ് പ്രസക്തി? ശരിയാകുന്നത് ശരി ഒന്ന് മാത്രമാകുമ്പോഴാണ്. എല്ലാം ശരിയാകുമ്പോൾ ശരി എന്ന ആശയത്തിന്റെ പ്രസക്തിയാണ് നഷ്ടപ്പെടുക. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താ? ത്രിയേകത്വമാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താ? ഏകദൈവത്വമാണ്. ഇവിടെയുള്ള സകല വേദങ്ങൾ, ആ വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താ? ബഹുദൈവത്വമാണ്. ത്രിയേകത്വവും ഏകദൈവത്വവും ബഹുദൈവത്വവും എങ്ങനെയാണ് ശരിയാവുക? അത് മുന്നോട്ട് വയ്ക്കുന്ന വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങൾ എല്ലാം എങ്ങനെയാണ് ശരിയാവുക? അപ്പൊ സർവവേദ സത്യവാദം എന്ന ഒരാശയം നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള, ഈ നാട്ടിലൊക്കെ വന്നു പോയിട്ടുള്ള പണ്ഡിതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ പുറകിൽ ഈ ആശയത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർവവേദ സത്യവാദം, എല്ലാ വേദങ്ങളും ശരി, എല്ലാത്തിനെയും ശരിവയ്ക്കണം. ഒരിക്കലും എല്ലാത്തിനെയും ശരിവയ്ക്കാൻ സാധ്യമല്ല. ഇത് ഈ കാലഘട്ടത്തിലെ മാത്രം ഒരു പ്രത്യേകതയല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും പ്രവാചകരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. തൗഹീദിൽ വെള്ളം ചേർക്കാൻ സാധ്യമാകുന്നില്ല. അങ്ങനെയാണ് മക്കയിലെ ബഹുദൈവ ആരാധകർ, മുശ്രിക്കുകൾ ഒരു പുതിയ ആശയവുമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു. ആശയം എന്താ? അവർ വന്നിട്ട് നബിയോട് പറയുന്നു, റസൂലെ അല്ലെങ്കിൽ മുഹമ്മദേ, ഒരു വർഷക്കാലം ഞങ്ങൾ നീ പറയുന്ന അള്ളാഹുവിനെ ആരാധിക്കാം, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു കൊല്ലം ഈ അള്ളാഹുവിന് വേണ്ടി മാത്രം, അഥവാ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുൽ പോലെയുള്ള എല്ലാ വിഗ്രഹങ്ങളെയും മാറ്റിവെച്ച് ഏകനായ അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം. പക്ഷേ അടുത്ത ഒരു വർഷക്കാലം ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നീയും ആരാധിക്കണം. നമുക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. അപ്പൊ എല്ലാം ശരിയായി. അപ്പൊ എല്ലാം ശരിയായല്ലോ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ടാവില്ല. നീ ഏകദൈവത്വം പറയുമ്പോ ഇവിടെ പ്രശ്നമാണ്. അപ്പോ ഒരു കൊല്ലം ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പുതിയ ആശയവുമായിട്ട് വന്ന മക്കയിലെ ബഹുദൈവ ആരാധകരുടെ നേതാക്കന്മാർക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ കാഫിറൂൻ. ആ സന്ദർഭത്തിൽ അല്ലാഹു വളരെ ബഹുമാനത്തോടെ ആ സമൂഹത്തോട് പറഞ്ഞു, ഖുൽ, പറയൂ പ്രവാചകരെ, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ ബഹുമാനപ്പെട്ട സത്യനിഷേധികളെ. യാ അയ്യുഹ എന്ന വാക്കിന്റെ അർത്ഥം വളരെ റെസ്പെക്റ്റ് ആണ്, ബഹുമാനത്തോടെ. യാ അയ്യുഹൽ കാഫിറൂൻ, വളരെ ബഹുമാനത്തോടെ അല്ലാഹു സംസാരിക്കുന്നു.
ബഹുമാനപ്പെട്ട സത്യനിഷേധികളെ, ആ സൂറ പരിശോധിച്ചാൽ അറിയാം, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ എനിക്കൊരിക്കലും ഇബാദത്ത് ചെയ്യാൻ സാധ്യമല്ല, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിന് നിങ്ങൾക്കും ഇബാദത്ത് ചെയ്യാൻ സാധ്യമല്ല. എങ്ങനെ? അതൊരു ചോദ്യമാണ്. എങ്ങനെ നിങ്ങൾ അള്ളാനെ ആരാധിക്കും? നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് അള്ളാനെ അറിയില്ല. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന തൗഹീദ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അറിയാത്ത ഒരു കാര്യത്തെ, മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുക? അതേപോലെ എനിക്കും കഴിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു തെറ്റാണെന്ന്. ഞാൻ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ആരാധനകൾ സമർപ്പിക്കുക? അതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ലക്കും ദീനുക്കും വലിയ ദീൻ. മനോഹരമായ ഒരു വർത്തമാനമാണത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസവുമായി പോയിക്കൊള്ളുക. എനിക്ക് എൻ്റെ വിശ്വാസം, ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എൻ്റെ വിശ്വാസം. ഇത് രണ്ടും ഒന്നായിട്ട് ഒരിക്കലും മാറുകയില്ല. അപ്പോ സർവവേദ സത്യവാദം എല്ലാം ശരി, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും സാധ്യമല്ല, ഒന്നും ശരിയാവില്ല. ഇസ്ലാം തന്നെയാണ്, എല്ലാം ശരിയാവുകയില്ല. ശരി ഒന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ചതിക്കുഴികളെ കരുതിയിരിക്കണം. ഒരുപാട് ഈ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങൾ, അതേപോലെ വേറെ ഒരുപാട് ആളുകൾ, ഇവരുടെയൊക്കെ വലയിൽ പെട്ടുപോകരുത്. തൗഹീദ് ശരിയായ രൂപത്തിൽ നമുക്ക് ബോധ്യപ്പെടണം. ഇതേപോലെ മറ്റൊരു വിശ്വാസമാണ് ഖുർആൻ മാത്രം മതി. എന്തിനാണ് സുന്നത്ത്? സുന്നത്തിന്റെ ആവശ്യമുണ്ടോ? ഖുർആൻ മാത്രം പോരെ? അള്ളാഹു നമുക്ക് സമ്മാനിച്ചത് ഖുർആനല്ലേ? എന്തിനാണ് സുന്നത്ത്? സുന്നത്തിന്റെ പ്രസക്തി എന്ത്? ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ശരിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ എന്താണ് ഖുർആനും സുന്നത്തും തമ്മിലുള്ള ബന്ധം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ട് എന്താണ് ചെയ്തത്? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന പ്രയോഗം കാണുവാൻ സാധ്യമാണ്. നീ അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുക, വൽ ഹിക്മ, അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുക. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നു. ഈ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അതിന്റെ റക്അത്തിന്റെ എണ്ണം എത്ര? അത് ആദ്യത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? റുക്കൂഇലെ പ്രാർത്ഥന എന്ത്? സുജൂദിലെ പ്രാർത്ഥന എന്ത്? ഇതൊക്കെ ആര് പഠിപ്പിച്ചു? വിശുദ്ധ ഖുർആൻ നോക്കുകയാണെങ്കിൽ നമസ്കാരത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമസ്കരിക്കുക, വഅഖീമുസ്സലാ. എങ്ങനെ നമസ്കരിക്കണം വിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല. അവിടെയാണ് പ്രവാചകന്റെ സുന്നത്ത്. അപ്പൊ ഖുർആനും സുന്നത്തും ചേരുമ്പോഴേ ഇസ്ലാം സമ്പൂർണമാവുകയുള്ളൂ. ഖുർആൻ മാത്രമാണെങ്കിൽ ഇസ്ലാം പകുതി അഥവാ പണി തീരാത്ത ഒരു വീട് പോലെയായിട്ട് നമുക്ക് അനുഭവപ്പെടും. നോമ്പെടുക്കാൻ മാത്രമേ അള്ളാഹു പറയുന്നുള്ളൂ. എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? നോമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഷർത്തും അതിന്റെ ഫർളും ഇതാര് പഠിപ്പിച്ചു? അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹദീസ് നിഷേധം, ഹദീസുകളെ മൊത്തത്തിൽ നിഷേധിക്കുക, ഖുർആൻ മാത്രം മതി. അപ്പൊ അങ്ങനെ ഹദീസ് നിഷേധ പ്രവണത, ഹദീസുകളൊക്കെ ദുർബലമാണ് എന്ന ഒരു കാഴ്ചപ്പാട്. അങ്ങനെയല്ല, ഹദീസുകളിൽ ദുർബലമായ ഹദീസുകളുണ്ട്. അത് പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളായിട്ട് ഹദീസുകളെ ദുർബലമാക്കാൻ പോകേണ്ടതില്ല. അപ്പൊ പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ തൗഹീദുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ചതിക്കുഴികൾ നമ്മെ കാത്തിരിക്കുന്നു. അത് കരുതിയിരിക്കണം. ഈ സർവവേദ സത്യവാദവും, അതേപോലെ ഖുർആൻ മാത്രം മതി ഹദീസ് നിഷേധ പ്രവണതയും, അതേപോലെ ഷിർക്കിന്റെ വേഷപ്രച്ഛന്നതയും നമ്മൾ കാത്തിരിക്കേണ്ട, കരുതിയിരിക്കേണ്ട ചതിക്കുഴികളാണ്. ഈ തൗഹീദുമായി ബന്ധപ്പെട്ട് സമഗ്രമായി തൗഹീദ് മനസ്സിലാക്കി നമ്മുടെ മരണം വരെയും ജീവിത അവസാനം വരെയും ആ ഒരു ഇസ്തിഖാമത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ, ഞാൻ ഖുതുബയുടെ തുടക്കത്തിൽ പറഞ്ഞു, ആഴത്തിലുള്ള അറിവ് നമുക്ക് വേണം. നമ്മുടെ ചിന്താശേഷിയെ ഉപയോഗപ്പെടുത്തണം. പ്രവാചകന്മാരെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ജീവിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.